താങ്ക് യു വെരി മച്ച്. ഈ മനോഹര സന്ധ്യയിലേക്ക് സ്വാഗതം. 4 ആത്മസുഹൃത്തുക്കൾ എല്ലാ ക്രിസ്മസിനും എന്ന പോലെ ഇത്തവണയും എല്ലാ വിഘ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഇവിടെ ഒത്തുകൂടുകയാണ്. ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് എ മിനിറ്റ്. അതെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലോ? അതെന്താടോ? ഐസക് മേനോൻ കൊണ്ടേ, അവരിപ്പം എത്തും. അത് ശരിയാവില്ല. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ നല്ല സുഖമില്ല. മോൻ അവരുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ വന്നത്. അവനാണെങ്കിൽ അവർക്ക് സ്വസ്ഥത കൊടുക്കുകയില്ല. നീ കൂടുതലൊന്നും പറയണ്ട. എന്തൊക്കെയായാലും ഇത്രയൊക്കെ ആയില്ലേ, ആ ഐസക് മേനോൻ വരട്ടെ. അതല്ല വട്ടേരി, അത് ശരിയാവില്ല. താനത് കളയടോ, എനിക്കെല്ലാം മനസ്സിലാവും. ശങ്കരനാരായണൻ, പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ തമ്മിലുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു വിലാസമല്ലേ? നോക്കൂ, 4 പേർ ഒന്നിച്ചു പഠിക്കുക, 4 വഴി തിരഞ്ഞെടുക്കുക. ഒടുവിൽ മന്ത്രിയായി മാറിയ ഐസക്കിന്റെ PA ആയിട്ട് IAS കാരനായ താൻ തന്നെ വരിക. അവിടെ പോലീസുകാരനായി മേനോൻ ഉണ്ടാകുക. പിന്നെ ഈ പാവൻ ഡോക്ടർ. ഇതൊക്കെ അവിടുത്തെ ഓരോ കളിയല്ലേ? താൻ തന്നെ ആലോചിച്ച് നോക്ക്. പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയല്ലേടോ നമ്മൾ എല്ലാ ക്രിസ്മസിനും ഇവിടെ ഇങ്ങനെ ഒത്തുകൂടുന്നത്. എന്തായാലും അവർ വരട്ടെ, അവർ വന്നിട്ട് പോയാൽ മതി. ഹായ് പപ്പ. മോളകത്തോട്ടിയല്ലേ? ശങ്കർ ആകെ വറീഡാണ്. താൻ വീണ്ടും ആ കാര്യം എടുത്തിട്ടുണ്ട്. അതിനിപ്പോ ഞാനാണോ കുറ്റക്കാരൻ? അവൻ എന്നോടൊരു വാക്ക് പോലും പറയാതാ ലീവ് എടുത്ത് മുങ്ങിയത്. നീ വാ. ഹാപ്പി ക്രിസ്മസ് ടു എവരിബഡി. ഹലോ. ഇവിടെയെങ്കിലും അല്പം സമയനിഷ്ഠ പാലിക്കണം എന്റെ ബഹുമാനപ്പെട്ട മന്ത്രി. എന്താടോ? അത് ശരി. ലെറ്റ്സ് മേക്ക് ഇറ്റ് വെരി ഫാസ്റ്റ്. എടുക്കണോ വാവച്ചാ? ഞാൻ റെഡി. This is for you. താങ്ക് യു. This one is for you. Thank you. And this is for my dear ശങ്കരന. പിടിക്കടോ. ഇനി മിനിസ്റ്റർ ഓർഡർ ആണോയിരിക്കും. So, cheers. Cheers. എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാ ക്രിസ്മസിനും ഒന്നിച്ചു ചേരുന്ന 4 സുഹൃത്തുക്കൾക്ക് വേണ്ടി ചിയേഴ്സ്. ഉള്ളു തുറന്ന് ചിരിക്കാൻ വരട്ടെ. പക്ഷെ അതിനു മുമ്പ് മനസ്സിൽ സംശയം നീങ്ങാതെ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. എന്താ മിസ്റ്റർ ഐസക്? ഞാനും ശങ്കരൻ തമ്മിൽ എന്താ പ്രശ്നം? ഇല്ലേ ശങ്കർ? നീ വന്നേ. എന്താടാ ഇത്രയും കാലമായിട്ടും നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇവിടെ ഞാനൊരു മന്ത്രിയല്ല, നീ എന്റെ PA അല്ല. സോറി സർ. നോ, യു കോൾ മീ ഐസക്. പ്ലീസ്, എന്നെ വെറുതെ വിട്ടേക്ക്. പണത്തിന് വേണ്ടി ഇത്രമാത്രം താഴെ പോകരുതായിരുന്നു. ശങ്കർ, മണി ഈസ് പവർ. അതില്ലാതെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പുണ്ണാക്കം നടക്കില്ല. തന്നേക്കാളും വലിയൊരു ആദർശവാദിയായിരുന്നു ഒരു കാലത്ത് ഞാൻ. അധികാരത്തിന്റെ ലഹരി നെറുകം തലയിൽ പിടിച്ചാൽ പിന്നെ സോഷ്യലിസം ഡെമോക്രസിയും ഒന്നുമല്ല. ശങ്കർ, കാര്യങ്ങൾ എൻ്റെ കൈവിട്ടു പോയി. നിനക്കും അത് അറിയാമല്ലോ. അതിൽ നിന്നും അനുകട മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. ഈ ഒരു കാര്യത്തിൽ നീ എന്നെ സഹായിച്ചേ പറ്റൂ. സോറി യേസ്, താൻ എന്നെ നിർബന്ധിക്കരുത്. ഒരു PA എന്നതിലുപരി ഒരു സുഹൃത്ത് എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും ഞാൻ ചെയ്തു തനിക്ക് വേണ്ടി. സ്വന്തം സംസ്ഥാനത്ത് ഒറ്റിക്കൊടുക്കാനുള്ള തന്റെ തന്ത്രം എന്ത് വില കൊടുത്തു ഞാൻ തടയും. ശങ്കർ, എൻ്റെ ആയുസ്സും ആരോഗ്യവും ബലവും എല്ലാം നിന്റെ കയ്യിലാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണോ മരിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പക്ഷെ അപമാന ഭാരത്താൽ ഐസക് ജോൺ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ശങ്കർ, അങ്ങനെ ഐസക്കിനെ മറക്കാൻ ഈ ശങ്കറിന് കഴിയില്ല. വാ. കണ്ടില്ലേ മെന്നെ, ഇത്രയ്ക്കുള്ള പ്രശ്നം അവരൊന്നിലുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പതിവ് മുടക്കുന്നില്ല. മോന് എന്റെ ക്രിസ്മസ് സമ്മാനം. മോനോട് ഐസക് അങ്കിൾ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു പറയണം. കോടുകൈ ഇത്രേ പട്ടേരി ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ 4 പേർക്കും ഇടയിൽ ഇനി ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. എന്താ? ഓക്കെ. ഗുഡ് നൈറ്റ് ശങ്കരനാരായണൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
വേഗം ഓക്കെടാ പോയിട്ട് വരാം. ഈ രവിശങ്കർ ഡോക്ടർ ആരാ? അയ്യോ അത് ഞാനല്ല. എന്താ കാര്യം? ആളെങ്ങനെയാ? എങ്ങനെയെന്ന് ചോദിച്ചാ നല്ല ഒന്നാന്തരം കക്ഷിയാ. കല്യാണാലോചന വല്ലതുമാണോ? ഞങ്ങളോട് ചെയ്ത കൊലച്ചതി ഞാൻ എങ്ങനെയാ മക്കളെ നിങ്ങളോട് പറയണേ? അമ്മച്ചി ധൈര്യമായിട്ട് പറ. ആൽഫം പിടിക്കാനാണെന്നും പറഞ്ഞ് എന്റെ മോളെ പാതിരയ്ക്ക് വിളിച്ചോണ്ട് പോയതാ. പടം പിടുത്തം തന്നെ പടം പിടുത്തം. സംഗതി തീർന്നതോ മുതുപാതിരയ്ക്ക്. ഇന്നത്തെ കാലത്ത് എത്ര കിട്ടിയ മുതലാവും? മക്കള് തന്നെ പറ. അത് പിന്നെ ഈ ഉരുപ്പടി വെച്ച് ഏത് പൊട്ടക്കണ്ണൻ 5000 തരും. ആ അത് നേരാ. എന്നിട്ട് ആ ഡോക്ടറുടെ പേര് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഡോക്ടറുടെ കാര്യം അവന് ഡോക്ടറെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഹാ ഇത് തന്നെ കൂത്ത്. ആ പെണ്ണെന്നോട് പറഞ്ഞാണല്ലോ അവളുടെ കെട്ടിയനാണ് ഈ ഡോക്ടർ എന്ന്. അതുകൊണ്ടല്ലേ ആ കെട്ടിയന്റെ ചെക്ക എനിക്ക് തന്നത്. ദേ ഇത് കണ്ട. ആ ദേ ഇതെന്ത് കൂത്ത്? അതിങ്ങോട്ട് കാണാൻ കൊച്ചിനെ. ആകെയുള്ളൊരു തെളിവാ. പേസക്കൂടാതെ ഭാർഗവി എന്നെ അറിയോ? പിന്നെ കാട്ടാക്കട ഭാർഗവി അറിയാത്തൊരാരാ? അത് നേരാ. നമ്മൾ കുടുംബക്കാരല്ലേ മോനെ. ഡീസന്റ് വിട്ട് പെരുമാറാൻ പറ്റുമോ? 5000ന്റെ സ്ഥാനത്ത് ഞാൻ 1000 ചോദിച്ചുള്ളൂ. ന്യായമായ റേറ്റ്. എന്താ റേറ്റിനൊരു മോന? എന്നിട്ട് കാശ് തന്നില്ലേ? തന്നു. ദേ കണ്ടില്ല വണ്ടിച്ചെക്ക്. 1000 രൂപയ്ക്ക് വണ്ടിച്ചക്കോ? എനിക്ക് വിശ്വാസം പോരാ. പിന്നെ ഇത് എന്തോന്നാ? ഞാൻ അവളെ ഒന്ന് കാണട്ടെ. കാശ് ഞാൻ അവളുടെ അടുത്തൊന്ന് വാങ്ങിച്ചോളാം. ചേച്ചി വാ, കാശ് വാങ്ങാനുള്ള വഴി ഞാൻ കാണിച്ചു. എങ്കിൽ മോന് 100 പുണ്യം കിട്ടും. Come on. വാ.